നിങ്ങളുടെ പലരുടെയും പ്രോബ്ലമാണ് ഹെയർ ഫോൾ. ഞാൻ ഇന്നലെ ഒരു സ്കാൽപ്പ് മസാജിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കമൻസുകൾ ഇങ്ങനെ വന്നു. നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ട്, ഇത് മാത്രം കൊണ്ട് സൊല്യൂഷൻ ഒരിക്കലും കിട്ടത്തില്ല. എന്നാൽ ഞാൻ പറയാം, എനിക്ക് വൈറ്റമിൻ ഡിയുടെ പ്രോബ്ലം ഉണ്ട്, വൈറ്റമിൻ ഡി കുറവാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയത് നല്ല രീതിയിൽ എന്താ പറയുക, ഹെഡേക്ക്, തലവേദന നല്ല രീതിയിൽ, തലവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് നല്ലൊരു പെയിൻ, ആ ഒരു രീതി സ്റ്റാർട്ടിങ് തൊട്ടാണ് എനിക്ക് വൈറ്റമിൻ ഡി കുറവാണെന്ന് കണ്ടു തുടങ്ങിയത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മനസ്സിലായിട്ട്, ആദ്യം എനിക്ക് മനസ്സിലായില്ല ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നതെന്ന്. പിന്നെ വൈറ്റമിൻ ഡി കുറയുന്നതനുസരിച്ച് നമ്മൾ എവിടെ നോക്കിയാലും മുടിയാണ്, മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കാണും. പിന്നെ നഖമുണ്ടല്ലോ, നഖം നല്ല രീതിയിൽ പൊട്ടും. ഇപ്പം നെയിൽ നമ്മൾ നന്നായിട്ട് വളർത്തുന്ന ആൾക്കാരാണ്, അപ്പോൾ പകുതി വെച്ചിട്ട് പൊട്ടി തുടങ്ങും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ സിംറ്റംസ് ആയിട്ട് നമുക്ക് തോന്നി തുടങ്ങുന്നത്. ഇതെല്ലാം ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 3 മാസത്തിലൊരിക്കൽ നമ്മൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണം. വൈറ്റമിൻ ഡി വരുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ചില സമയം കൂടിയും കുറഞ്ഞ് നിൽക്കാം. എന്നാൽ നമ്മൾ നന്നായിട്ട് വെയിൽ കൊള്ളുന്നില്ല, വെയിൽ ഡയറക്റ്റായിട്ട് യു വി റേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് പലതരത്തിലുള്ള ഇഷ്യൂസ് വരും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വെയിൽ കൊള്ളാൻ പറ്റത്തില്ല. അതിന് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരാതിരിക്കും. വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഒന്നുകിൽ ടാബ്ലറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇല്ല എങ്കിൽ നമുക്ക് എന്താ വെയിൽ കൊള്ളുന്ന ആൾക്കാർ ആ രീതിയിൽ വെയിൽ കൊള്ളുക. മാക്സിമം ഒത്തിരി വേണ്ട, ഒരു 4 മണിക്ക് ശേഷം, പിന്നെന്താ ഒരു 10 മണിക്ക് മുന്നേ, ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ വൈറ്റമിൻ ഡി വരുന്ന ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് നമുക്ക് കഴിക്കാം. ഇതൊക്കെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറ്റണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് നോക്കുക. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് ഈ പ്രിക്കോഷൻസ് എടുത്താൽ മാത്രമേ മുടി കൊഴിച്ചിൽ കുറയത്തുള്ളൂ, അല്ലാതെ കുറയില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഹെയർ ഗ്രോത്തിന് വേണ്ടി ഞാനിപ്പോൾ PRP GFC കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഹെയർ ഗ്രോത്ത്, കാരണം നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉള്ളത് കൊണ്ട് തന്നെ അതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് ബേസ് ചെയ്ത് സിറംസ് അങ്ങനത്തെ കാര്യം, അതുപോലെ ഹെയർ ഫോൾ പ്രോബ്ലംസ് മാറ്റാൻ വൈറ്റമിൻ ഡി ഒരു 3 മന്ത്സ് കൂടുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മസ്റ്റായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ.